എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുരങ്ങ് വസൂരിക്കെതിരെ ആഗോള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുൻകരുതൽ നടപടികൾ മുൻകൂട്ടി തന്നെ സ്വീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റൈൻ. മുൻകരുതൽ നടപടികളാൽ ഇത്രയും നാൾ പിടിച്ചു നിന്നെങ്കിലും ഒടുവിൽ ബഹ്റൈനിൽ ആദ്യ കുരങ്ങ് വസൂരി കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തിടെ വിദേശത്ത് നിന്ന് ബഹ്റൈനിലെത്തിയ 29കാരനായ പ്രവാസിക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഐസൊലേഷനിലേക്ക് മാറ്റിയ രോഗിക്ക് ആവശ്യമായ ചികിത്സ നൽകി വരുന്നതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധ നടപടികളുടെ വിവരങ്ങളല്ലാതെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അറിയിപ്പും ഇപ്പോൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ലെന്നതിൽ പ്രവാസികൾക്ക് ആശ്വസിക്കാവുന്നതാണ്. രോഗിയുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്തി രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുരങ്ങ് വസൂരിക്കെതിരെ ആഗോള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും പരിശോധനയ്ക്കും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മെഡിക്കൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും ലബോറട്ടറിയും ഇതിനായി ഒരുക്കിയിരുന്നു. കുരങ്ങുപനിക്കെതിരെയുള്ള പ്രതിരോധ വാക്സിന് മുൻകൂർ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഗൾഫ് രാഷ്ട്രം കൂടിയാണ് ബഹ്റൈൻ. കുരങ്ങ് വസൂരിക്കുള്ള പ്രതിരോധ വാക്സിൻ മുൻകൂർ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ healthalert.com എന്ന വെബ്സൈറ്റ് വഴിയോ 444 എന്ന നമ്പറിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കുകയും ചെയ്താണ് രാജ്യത്ത് പ്രതിരോധ സംവിധാനം ഒരുക്കിയത്. പ്രതിരോധ നടപടികൾ മുന്നേ തന്നെ എടുത്ത സ്ഥിതിക്ക് രോഗവ്യാപനം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. ഗൾഫ് രാജ്യങ്ങളിൽ UAE-യിൽ മെയ് 24-നാണ് ആദ്യ കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. പിന്നാലെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ തന്നെ സൗദിയിലാണ് അടുത്ത കേസ് സ്ഥിരീകരിച്ചത്. അതേസമയം പനി, ശരീരവേദന, വിറയൽ, കഠിന തലവേദന, ക്ഷീണം, ചർമ്മത്തിൽ കുമിള പോലെ പൊങ്ങുക എന്നിവയാണ് രോഗത്തിന്റെ പ്രധാനമായുള്ള ലക്ഷണങ്ങൾ. 3 ദിവസത്തെ പനിക്കു ശേഷം മുഖത്തുണ്ടാകുന്ന തടിപ്പുകളിൽ ദ്രാവകം നിറഞ്ഞ് കുമിളകളായി പൊന്തി പൊട്ടുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും ചെയ്യും. സാധാരണ 2 മുതൽ 4 ആഴ്ചകൾ കൊണ്ട് രോഗം മാറും. കുട്ടികൾ ഉൾപ്പെടെ 6% പേർക്ക് ഇത് ഗുരുതരമായേക്കാം. ചികിത്സ ഉറപ്പാക്കണം. വന്യമൃഗങ്ങളുമായോ രോഗബാധിതരുമായോ അടുത്ത് ഇടപഴകുന്നതിലൂടെ പകരുന്ന ഒരു വൈറസാണ് മങ്കി പോക്സ്. സ്രവങ്ങൾ, ശ്വസന കണികകൾ, വൈറസ് ബാധിച്ച വസ്തുക്കൾ എന്നിവയിലൂടെയും ഇത് പകരാം. രോഗം ബാധിച്ചയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വൈറസ് വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരും. അമ്മയിലൂടെ ഗർഭസ്ഥ ശിശുവിനും ഇത് പകരാം. സോപ്പും വെള്ളവും അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡ് നേരം കൈകൾ വൃത്തിയായി കഴുകുക. വന്യമൃഗങ്ങളുമായും രോഗബാധിതരുമായും സമ്പർക്കം ഒഴിവാക്കുക. മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏറ്റാൽ അവയെ തൊട്ടാലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കൈകൾ വൃത്തിയാക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.